Hey guys, so IQOO Z3 അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. എല്ലാവരും പറയുന്നുണ്ട് ഏറ്റവും നല്ല വെൽ പെർഫോമിങ്, നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള എല്ലാ രീതിയിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫോണാണെന്ന്. നെഗറ്റീവ്സിനെ പറ്റി ആരും സംസാരിക്കാറില്ല. അപ്പോൾ എനിക്കത് ചൂണ്ടിക്കാണിക്കണമെന്ന് എനിക്ക് തോന്നി. സോ എസ്പെഷ്യലി നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ്സിലേക്ക് കിടക്കാം. IQOO എന്ന് പറഞ്ഞ ബ്രാൻഡ് ആക്ച്വലി നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. കാരണം കഴിഞ്ഞ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണെങ്കിലും അത്ര വിജയമല്ലായിരുന്നു. പക്ഷേ ഈ ഇറക്കിയ ഒരു പ്രൊഡക്റ്റ് ശരിക്കും ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് മിഡിൽ റേഞ്ച് ഫ്ലാഗ്ഷിപ്പിൽ നല്ലൊരു ചലഞ്ചിങ് ആയിട്ട് പല പ്രൊഡക്ട്സിനും വരികയാണ്. എന്തൊക്കെയാലും അത് അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സെയിൽസ് തുടങ്ങിയതേ ഉള്ളൂ. എന്നാലും ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ 768 സ്നാപ്ഡ്രാഗൺ SoC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ AnTuTu സ്കോർ ആണെങ്കിലും ശരി നല്ല രീതിയിലുള്ള എബൌട്ട് 6.5 lakhs ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പേപ്പറിലാണെങ്കിലും പെർഫോമൻസ് ബേസിലും നല്ല രീതിയിൽ ഗെയിമിംഗ് ആണ് നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടൽ ഓവറോൾ ഇതിൻ്റെ വേറെ പല ആസ്പെക്റ്റ് എടുത്താലും ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ക്യാമറ ആണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ പല ഫാക്ടേഴ്സിലും ചെറിയൊരു ലെറ്റ് ഡൗൺ ആണ്. കാരണം ഇതിൻ്റെ കോമ്പറ്റീറ്റീവ്സിനെ കാണുമ്പോൾ കുറച്ച് താഴേക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. ഒരു ഓവറോൾ പല കാര്യങ്ങളും നോക്കുമ്പോൾ ഗെയിമിംഗ് കൺസിഡർ ചെയ്യാത്തവരാണെങ്കിൽ, ഗെയിമിംഗ് ഒരു ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരാണെങ്കിൽ വേറൊരു ഓപ്ഷൻ നോക്കുന്നതായിരിക്കും ഒരു കുറച്ചും കൂടെ ബെറ്റർ കാര്യം. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഗെയിമിംഗ് മാത്രമാണ് നിങ്ങളുടെ ഫോക്കസ്, അല്ലെങ്കിൽ PUBG കളിക്കുമ്പോൾ ഒരു കാരണവശാലും ഫ്രെയിം ഡ്രോപ്പ് അല്ലെങ്കിൽ നിങ്ങളെ എനിമീസ് നിങ്ങളെ കില്ല് ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ അത് IQOOയിലേക്ക് നോക്കുന്നതായി. സോ ഗെയിമിങ്ങിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരു പ്രോസസ്സർ, ഒരു വെൽ ബിൽഡ് ഫോൺ ആകുമ്പോൾ അതിൻ്റെ പ്രോസസ്സറിൽ ഹീറ്റ് സ്വാഭാവികമായിട്ടും ഉൽപ്പാദിപ്പിക്കും. സോ അത് പ്രോപ്പറായി ഡിസപ്പേറ്റ് ചെയ്ത് കളയാൻ പറ്റിയില്ലെങ്കിൽ പെർഫോമൻസ് ഡ്രോപ്പിന് തന്നെ ഒരുക്കുന്നതാണല്ലോ. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു 5 layer ലിക്വിഡ് കൂളിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ തന്നെ അബൌട്ട് 5 സെൻസേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇൻബിൽട്ട് ആയിട്ട്. സോ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയല്ലോ ഫുൾ നല്ല രീതിയിൽ മെഷ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിൻ കോട്ടിംഗ് എന്ന് പറഞ്ഞ ഷീറ്റ് വെച്ച് നല്ല രീതിയിൽ മെഷ് ചെയ്ത് നല്ല രീതിയിലുള്ള ഹീറ്റ് ഡിസപ്പേഷൻ, കാരണം ഹീറ്റ് പ്രോപ്പറായിട്ട് ഒരു ഗെയിമിംഗ് ഫോണാണെങ്കിൽ അത് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കും. ആ ഹീറ്റ് ഡിസപ്പേറ്റ് ചെയ്ത് പുറത്ത് കളയുന്നതിലാണ് ആ കാര്യം. സോ ആ കാര്യത്തിൽ നല്ല എഫക്റ്റീവാണ്. ഏറ്റവും അടുത്തൊരു പോയിന്റ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ബാറ്ററി സൈസ് കുറവാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഓവറോൾ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ബിൽറ്റാണ് വരുന്നത്, മെറ്റൽ ഗ്ലാസോ അങ്ങനെ ഒന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. 165 gram അടുപ്പിച്ച് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇപ്പോൾ MI 10 Pro സീരീസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൾറെഡി കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ 185-195 gram ആണ് അതിന് വരുന്നത്. സോ അത് തന്നെ ആൾറെഡി ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു 165 gram എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. നിങ്ങൾ PUBGയും കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ മണിക്കൂറുകളോളം കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൈ വേദനിക്കാതെ അല്ലെങ്കിൽ നമുക്ക് ഈസി ടു യൂസ് ആയിട്ട് ഒരു വലിയൊരു പോസിറ്റീവായ കാര്യമാണ്. പിന്നെ അതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻ സൈസും 6.58 inches ഇതിൻ്റെ ആ സ്ക്രീൻ സൈസും കുറവാണ്. സോ അതും ഒരു പോസിറ്റീവ് കാര്യമാണ്. പിന്നെ 5G സപ്പോർട്ട് ഉണ്ട്. 2 ബാൻഡേ ഉള്ളൂ. അതുകൊണ്ട് വലിയൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തൽക്കാലം. പിന്നെ അതുകൂടാതെ ഈ ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല കാര്യമാണ്. 55 watt ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ചാർജറിൽ 65 ബ്രിക്കാണ് വന്നേക്കുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തുകൊണ്ടാണെന്ന്. വിവോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ദെൻ ക്യാമറ ഈസ് റിയലി ഗുഡ്. ക്യാമറ 4Kയിൽ 60 FPS നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ യൂട്യൂബ് അങ്ങനെ അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷൻ അല്ലെങ്കിൽ റീൽസ് ഒക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ഇതിൻ്റെ ക്യാമറ ഓപ്ഷൻ. കാരണം 4K 60 FPSൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്ലോ മോഷൻ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഫേസ് റെക്കഗ്നീഷൻ അല്ലെ ഐ റെക്കഗ്നീഷൻ, കാരണം പുതിയ ഫോണുകളിൽ കാണുന്ന രീതിയിലുള്ള ഓട്ടോ ഫോക്കസ് കുറച്ചും കൂടെ നന്നായിട്ട് ഇതിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. ഓട്ടോ ഫോക്കസും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും വീഡിയോസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ടോപ്പ് നോച്ച് ആയിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ് പറയേണ്ട ഭാഗം അവിടെയാണ് ശരിക്കും ഇത് നിങ്ങൾ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺസിഡറേഷനിലോട്ട് വരുന്നത്. ഒരു സബ് 20,000 rupees അല്ലെങ്കിൽ 22,000 rupeesൽ ഇതിന് സ്റ്റീരിയോ സ്പീക്കർ വരുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മീഡിയ കൺസ്യൂമർ ആണ് നിങ്ങളെങ്കിൽ ഏറ്റവും അധികം കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഈ ഒരു കാര്യം. then അടുത്തൊരു കാര്യം, ഇതിന് OLED ഓർ AMOLED അങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിലും 120 Hz ഡിസ്പ്ലേ വരുന്നത് നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്നുണ്ട്. അതൊരു വലിയൊരു കട്ട് ഡൗൺ ഒന്നുമല്ല, പ്രോബ്ലം ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു SD കാർഡ് സ്ലോട്ട് ഇല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു വർക്കിംഗ് കമ്മ്യൂണിറ്റിയൊക്കെയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്യുവൽ സിമ്മും SD കാർഡ് സ്ലോട്ടും മസ്റ്റാണ്. അപ്പോൾ അത് ഇല്ലാത്ത ഫോൺ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. വളരെയധികം ഒരു ബുദ്ധിമുട്ട് ഞാൻ അതുകൊണ്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോൺ മാറ്റി കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു പ്രൈമറി ഫോണായിട്ടാണ് കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ ഇത് പ്രശ്നമാകും. ഏറ്റവും എനിക്ക് ഇതിൽ മറ്റൊരു കാര്യം ഇഷ്ടപ്പെടാത്ത കാര്യം ഡ്രോപ്പ് നോച്ചുള്ള ഇത് ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. പേഴ്സണലി എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യത്തില്ല ഈ ഒരൊറ്റ കാരണം കൊണ്ട്, ഡ്രോപ്പ് നോച്ച് കാരണം.
ബെസൽസ് ഒക്കെ കുറച്ച്, പ്രത്യേകിച്ച് ഡൗൺ സൈഡിലുള്ള ബെസൽസ് കുറച്ച് വലുപ്പം കൂടുതലാണ്. അത് വലിയൊരു ഫാക്ടർ അല്ല. പക്ഷേ ഡ്രോപ്പ് നോച്ച് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫോൺ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം. എന്തൊക്കെയാലും ഫോൺ ആബ്സല്യൂട്ട്ലി നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാലും വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗം വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയാലും എനിവേ, ഫസ്റ്റ് പേഴ്സൺ സൈനിങ് ഓഫ്. ബൈ.